വാർത്ത അതും ഈ യൂട്യൂബർമാരുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം സലിംകുമാറിൻ്റെയൊക്കെ വീട്ടിൽ യൂട്യൂബർമാർ കാണിച്ച കൊക്കാമ്പിച്ചയും ബഹളവും ഒക്കെ ഒരുപാട് കണ്ട് കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇപ്പോൾ നടി കൂടിയായ ലക്ഷ്മിപ്രിയ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിൽ യൂട്യൂബർമാർക്കെതിരെ ഇവർ പരാതി നൽകിയിരിക്കുകയാണ്. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ലക്ഷ്മിപ്രിയയുടെ പരാതി എന്നാണ് മനസ്സിലാക്കുന്നത്. അധിക്ഷേപ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ലക്ഷ്മിപ്രിയയുടെ ആവശ്യം. പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലക്ഷ്മിപ്രിയ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് അൻസിബയുടെ കേസ് തള്ളിയതിനു ശേഷം, ഇതിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞതിനു ശേഷം വളരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമൻസുകളെല്ലാം വരുന്നത്. ഒപ്പം എന്നെപ്പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഞാൻ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഡിഫമേഷനൊക്കെ കൊടുക്കുകയാണ്, അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ പിൻവലിച്ചുകൊള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നമുക്കൊരു മനുഷ്യന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തലക്കെട്ടുകൾ ചേർത്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ അടിയിൽ മുഴുവനും ഇങ്ങനത്തെ മോശമായ കമൻസുമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കുട്ടിയെ സ്നേഹിച്ചു കൊണ്ട് നടന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വേദനകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അതിലെനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അത് ആര് ചെയ്യിപ്പിച്ചാലും കുറ്റക്കാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ലക്ഷ്മിപ്രിയയാണ് പരാതിക്കാരി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമ്മയിലെ പ്രശ്നം അന്തരീക്ഷത്തിലുണ്ട്. അത് നിയമ വഴിയിലേക്ക് പോവുകയാണ്. 2 പോലീസ് സ്റ്റേഷനുകളിൽ അൻസിബ പരാതി നൽകി. ലക്ഷ്മിപ്രിയക്കെതിരെ പരാതിയുണ്ട്, ടിനി ടോമിനെതിരെ പരാതിയുണ്ട്. ലക്ഷ്മിപ്രിയ ആകട്ടെ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്നത് യൂട്യൂബർമാർക്കെതിരെയാണ്. അങ്ങനെ അമ്മയിലെ തർക്കം അത് അങ്ങനെ അന്തം വിട്ട് വളരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമ്മോടൊപ്പം നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇതിപ്പോൾ പുതിയ ഒരു ആരോപണമാണ്. ഈ യൂട്യൂബർമാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്ഷേപം, കുപ്രചരണം, നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി തെറി വിളിക്കുന്നു എന്നൊക്കെയുള്ളത്. ഇത് അപ്പോൾ നമുക്കിപ്പോൾ 2 സൈഡിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. 2 പേരെയും ചീത്ത വിളിക്കുന്നവർ സോഷ്യൽ മീഡിയയിലുണ്ട്. അതൊരു മുഖമില്ലാത്തവരാണല്ലോ പലരും. ഇപ്പോൾ എന്താണ് ലക്ഷ്മിപ്രിയയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, ഈ അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള തർക്കം അത് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തൃക്കാക്കര ACP കമ്മീഷണർക്ക് ഈ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച ശേഷം കരുതിയത് ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, തർക്കമൊക്കെ കഴിഞ്ഞു എന്നിരിക്കുമ്പോഴാണ് മാനനഷ്ട കേസിനുമായി ലക്ഷ്മിപ്രിയ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇന്നിപ്പോൾ ലക്ഷ്മിപ്രിയ ഇൻഫോ പാർക്ക് സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അത് തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപത്തിനാണ്. തന്നെ വളരെ മോശമായി